ശ്രീ ആർ ബാലകൃഷ്ണപിള്ളയാണ്. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് എൻ്റെ ഭാര്യയെ സംശയമില്ലാത്തത് കൊണ്ട് മാത്രം ശ്രീ കെ ബി ഗണേഷ് കുമാർ എൻ്റെ മകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള കമൻറ്റിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അത്ര അഗ്രസീവാകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ അദ്ദേഹം IVF സെൻ്ററുകളുടെ കാര്യം പറഞ്ഞു. IVF സെൻ്ററുകൾ ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്നത് പത്തനാപുരത്താണ് എന്ന് ചില അനുഭവസ്ഥർ തന്നെ നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങളിലൂടെയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ ഇപ്പോൾ അതൊന്നും അല്ലല്ലോ വിഷയം. എത്ര ഗൗരവതരമായ വിഷയമാണ്. ശ്രീ കെ ബി ഗണേഷ് കുമാർ എന്ന് പറയുന്നത് മറ്റാരെയും പോലെയല്ല. സാധാരണ ഒരാളെ 3 പേരടിക്കുക, ആ 3 പേരടിച്ചതിൻ്റെ 3 പാടുണ്ടാവുക എന്ന് കേട്ടിട്ടുണ്ട് നമ്മൾ. പക്ഷേ ശ്രീ കെ ബി ഗണേഷ് കുമാറിൻ്റെ ചരിത്രം എന്താണ്? ഒരൊറ്റ അടിയിലെ ഒരു പാടിന് 3 അവകാശികളുണ്ടായ ആളാണ് ശ്രീ കെ ബി ഗണേഷ് കുമാർ. ഇതൊക്കെ കേരളീയ പൊതുസമൂഹത്തിന് നല്ല ബോധ്യമുണ്ട്. ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ശ്രീ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യൻ്റെ മനസ്സ് എപ്പോഴെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂലിയാണ് എന്ന് ശ്രീ കെ ബി ഗണേഷ് കുമാർ മനസ്സിലാക്കുക നന്നായിരിക്കും. ഇനി ഗൗരവതരമായ ചോദ്യമുള്ളത്, ഈ സംസ്ഥാനം ഭരിക്കുന്ന സംസ്ഥാന സർക്കാർ ഒരു മെയിലിലൂടെ ഊരും പേരുമില്ലാത്ത, ആരുടേതാണെന്ന് പോലും അറിയാത്ത മെയിലിലൂടെ SIT രൂപീകരിച്ച് അന്വേഷണം നടത്തി ഒരു ഹോട്ടൽ വളഞ്ഞ് ജനപ്രതിനിധിയെ അറസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന കേരള പോലീസിന് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് ചോദിക്കാനായിട്ടുള്ളത്, അങ്ങയുടെ ക്ലിഫ് ഹൗസിനോട് വളരെ അടുത്ത് താമസിക്കുന്ന ശ്രീ കെ ബി ഗണേഷ് കുമാറിനെ അറസ്റ്റ് ചെയ്യാൻ അങ്ങയുടെ പോലീസ് എപ്പോഴാണ് പുറപ്പെടുക? എപ്പോഴാണ് ആ മന്ത്രിയുടെ രാജി ചോദിച്ചു വാങ്ങിച്ചതിന് ശേഷം കസേരയിലേക്ക് ചമറഞ്ഞിരുന്നിട്ട് കപ്പിൽ ചായ കുടിക്കുക എന്നൊക്കെ അറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. ഇതിനകത്ത് വളരെ ഗൗരവതരമായ വിഷയമുണ്ട്. കേരളത്തിൻ്റെ പൊതുസമൂഹം ചോദിക്കുന്നുണ്ട്, ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനകത്ത് ആ ആരോപണങ്ങളുടെ കേസ് അന്വേഷിക്കുന്നതിനകത്ത് രാഷ്ട്രീയമുണ്ടോ? ജനങ്ങൾ ചോദിക്കുകയാണ്. ആ ചോദിക്കുമ്പോൾ ഇവരെന്താ മറുപടി പറയാൻ പോകുന്നത്? ശ്രീ കെ ബി ഗണേഷ് കുമാറിനെ പോലെ നിരന്തരമായ ആരോപണങ്ങൾ കേൾക്കേണ്ടി വരുന്ന ഒരു ഹാബിച്വൽ ഒഫൻഡർ, അദ്ദേഹത്തിനെതിരായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ വളരെ ഗൗരവതരമായ ഒരു ആരോപണം ഉന്നയിക്കുന്നു. അത് മാധ്യമങ്ങളോട് ഉന്നയിക്കുകയല്ല. അവർ ഈ സംസ്ഥാനത്തിനകത്ത് ഈ രാജ്യത്തിനകത്ത് തന്നെ എല്ലാ സ്ത്രീകൾക്കും വിശ്വാസത്തോടു കൂടി പരാതി പറയുവാൻ കഴിയുന്ന കൺട്രോൾ റൂം നമ്പർ 112 അവർ വിളിക്കുന്നു. ആ വിളിക്ക് എന്ത് പരിഹാരമുണ്ടായി എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയണം. 2, അതിനെ തുടർന്ന് SP ആ വിഷയത്തിനകത്ത് ഇടപെട്ടിട്ട് എന്ത് മറുപടി ഉണ്ടായി, എന്ത് തീരുമാനമുണ്ടായി എന്ന് SP പറയണം. ഇന്ന് ശ്രീ കെ ബി ഗണേഷ് കുമാറിൻ്റെ ജീവിത പങ്കാളിയായ അതിജീവിത ഗാർഹിക പീഡനങ്ങൾ നിരവധി തവണ ഏറ്റുവാങ്ങേണ്ടി വന്ന അതിജീവിത പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയുണ്ട്. എന്താണ് അവർ പറഞ്ഞത്? അവരുടെ ഫോൺ ചോർത്തിക്കൊണ്ടിരിക്കുകയാണ് മന്ത്രി. എങ്ങനെയാണ് കഴിയുന്നത്? നിങ്ങൾ വിചാരിച്ച ഫോൺ ചോർത്താൻ കഴിയുമോ? എത്ര ഗൗരവമുള്ള ആരോപണമാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. കൃത്യമായ അധികാരത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള ദുർവിനിയോഗം അല്ലേ നടന്നിരിക്കുന്നത്. ഇനി മറ്റൊരു ഗൗരവതരമായ വിഷയം, ഈ അതിജീവിത തന്നെ പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകളെ അവർ വിളിച്ചിരുന്നു. ഇത്ര ഗൗരവത്തിലുള്ള ഒരു വിഷയത്തിനകത്ത് പരാതി പറഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകളെ വിളിച്ചിട്ട് എന്ത് നടപടിയാണ് ആ വിഷയത്തിനകത്തുണ്ടായത് എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയണം, കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് പറയണം, പോലീസ് സംവിധാനം പറയണം.